മലയാളികളുടെ പ്രിയപ്പെട്ട പരമ്പര തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്ന അഞ്ച് സുന്ദരികൾ. അഞ്ച് സുന്ദരിമാരുടെ കഥ പറയുന്ന ഈ സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വൃന്ദ എന്ന കഥാപാത്രം. ഇത്രയും നാളും ഇത് ചെയ്തുകൊണ്ടിരുന്നത് അന്യഭാഷാ നടി കൂടിയായ ദിയ ചിറ്റിയാണ്. സി തമിഴിലും അതുപോലെ തന്നെ കലേഗർ ടിവിയിലുമൊക്കെ നിരവധി സീരിയലുകൾ ചെയ്തുകൊണ്ടിരുന്ന ഈ തമിഴ് നടി ചെയ്തുകൊണ്ടിരുന്ന ഈ കഥാപാത്രം ഇനി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നിഷ ചന്ദ്രനാണ് ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ ഇത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി സ്നിഷ ചന്ദ്രൻ ഏറ്റെടുക്കുമ്പോൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതുപോലെ ഒരു ആഘോഷം തന്നെയാണ് നടക്കുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് സ്നിഷ. ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ എപ്പോഴും സ്നിഷയെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ട്. താരത്തിൻ്റെ വീട് പാലുകാച്ച് പോലും അത് ഈ ഇടയ്ക്കായിരുന്നു എന്നതും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇപ്പോൾ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. സ്നിഷയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ്. സ്നിഷ ചന്ദ്രൻ ഇനി മുതൽ ആ സീരിയലിൽ വൃന്ദയായി എത്തുന്നു എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്നും പറയുന്നു. എല്ലാ ദിവസവും രാത്രി 9:30-ക്കാണ് അഞ്ച് സുന്ദരികൾ സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സീരിയൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സീരിയൽ ഇങ്ങനെ പ്രിയങ്കരമായി മാറുന്നതിനിടയിൽ തന്നെ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ മറ്റുള്ള താരങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളായിരിക്കാം എന്ന് കമന്റ് ബോക്സ് നിറയുന്നുണ്ട്. എന്നാൽ അതൊന്നും ആയിരിക്കില്ല എന്നും തമിഴ് നടി ആയതുകൊണ്ട് തന്നെ അവർക്ക് തമിഴ് മറ്റ് സീരിയലുകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്നൊരു പിന്മാറ്റം വന്നപ്പോൾ ആദ്യം എല്ലാവർക്കും സംശയം വന്നു. എഗ്രിമെന്റ് ഒക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് മാറുന്നത്? അങ്ങനെ മാറാൻ സാധിക്കുമോ? അങ്ങനെ മാറുന്നത് നല്ല കാര്യമാണോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പലരും എത്താറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് സ്നിഷ ചന്ദ്രനെ ഇപ്പോൾ ഒരു ഷോയിൽ തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ് എന്ന് തന്നെ പറയാം. സ്നിഷയോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ കാണിക്കാറുണ്ട്, പങ്കുവയ്ക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ആരാധകരുടെ പ്രീതി അനുസരിച്ച് തന്നെയാണ് ഇത് വളരെയധികം വിലപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള സ്നിഷയുടെ പുതിയ ഒരു ക്യാരക്ടർ തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത്രയും നാളും സ്നിഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു കഥാപാത്രം പോലെയല്ല ഈ പറയുന്ന വൃന്ദ എന്ന കഥാപാത്രം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരു ഹൈലി കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് അഞ്ച് സുന്ദരികൾ എന്ന് പറയാം. അഞ്ച് സുന്ദരികളുടെ കഥ പറയുന്നത് കൊണ്ട് ആരാണ് അതിൽ ഏറ്റവും മികച്ചതായി അഭിനയിക്കുന്നത് എന്നതൊരു ചർച്ച തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ചർച്ച തന്നെ നിലനിൽക്കുന്ന സാഹചര്യം എടുത്തു നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്നിഷ വളരെ ഗംഭീരമായി തന്നെ അത് അഭിനയിച്ച് പുലർത്തുകയാണ് എന്ന് പറയാം. അതോടൊപ്പം പ്രേക്ഷകരും വളരെയധികം പ്രീതിയോടെ തന്നെയാണ് അത് കാണുകയും ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോട് വളരെയധികം പ്രാധാന്യവുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.